ഭൂമിയിലുള്ള കാലാവസ്ഥകളില്ലേ, മഞ്ഞ്, മഴ, പ്രളയം, വേനൽ, ചൂട്, എരിച്ചിൽ, പുകച്ചിൽ, ഇതുപോലെയുള്ള കാലാവസ്ഥകൾ ആധ്യാത്മികമായ അനുഭവ മേഖലയിലുമുണ്ട്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ മാസ്റ്റർ ചെയ്യണത്? ഈ ഒരു കാലഘട്ടത്തിലൂടെ പോയാൽ എങ്ങനെയാണ് ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? ചില സമയത്ത് നമുക്ക് വിശ്വാസം പൂർണ്ണമായിട്ടും പോവുകയും ദൈവത്തെ അനുഭവിക്കാൻ പറ്റാതിരിക്കുകയും ദൈവം ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന സമയമുണ്ടാകും. എത്ര വിശ്വാസികളായാലും ഈ ഒരു കാലാവസ്ഥയിലൂടെ കടന്നു പോകാതെ വിശ്വാസത്തിൽ തുടരാൻ പറ്റത്തില്ല. ദൈവം ഉണ്ടോ? ഇതൊക്കെ ചുമ്മാ പറയണതാണോ? അതൊരു റാഷണലിസ്റ്റുകളുടെ നിഗമനമാണ് ശരി? നമ്മൾക്ക് ഒരു അനുഭവം കിട്ടാത്തിടത്തോളം കാലം നിങ്ങളുടെ ഫെയ്ത്ത് ടെസ്റ്റഡ് അല്ല. ഇപ്പം നമ്മളൊരു എന്തെങ്കിലും സാധനങ്ങൾ, കമ്പനിയിൽ നിന്ന് ഇറക്കുന്ന സാധനങ്ങൾ, ഇലക്ട്രോണിക്സ് ആയാലും, അപ്പോൾ നമ്മളത് വാങ്ങിക്കുമ്പോൾ ഒഫീഷ്യലായിട്ട് അതിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണെങ്കിൽ ടെസ്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ബൾബായാലും ശരി, ടോർച്ചായാലും ശരി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ചാർജറാ, ടെസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് സത്യമാണ്, നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി, റെഡി ടു യൂസ്. ടെസ്റ്റഡ് എന്ന് വെച്ചാൽ റെഡി ടു യൂസ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ്. നിങ്ങൾക്കൊരു ദൈവാനുഭവം ഇല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റഡ് അല്ല. ഫെയ്ത്ത് ടെസ്റ്റഡ് ഫെയ്ത്ത് ആകുമ്പോൾ നമുക്ക് എന്താ പറയണത്, റിലേ ചെയ്യാൻ പറ്റും. പണ്ട് ഇപ്പോഴൊക്കെ പാലം പണിയെ കണ്ടിട്ടില്ലേ? ഇപ്പോഴൊക്കെ 1000 ടൺ വെയിറ്റുള്ള വണ്ടി കയറിപ്പോകാൻ വേണ്ടി മാത്രം സിമൻറ്റും കമ്പിയും അതിൻ്റെ കേജും അതിൻ്റെ സിമൻറ്റും അതിൻ്റെ കുഴയും ഒക്കെ അതിൻ്റെ ഒരു കിലോനാ മറ്റേ എടുത്ത് കമ്പ്യൂട്ടറിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉടനെ കാണിക്കും ഇത് ഓക്കെയാണ് എന്ന് പറയുന്നത്. പണ്ടങ്ങനെ നമുക്കില്ലായിരുന്നു, അതുകൊണ്ടാണ് പാലങ്ങളൊക്കെ ഒടിഞ്ഞു വീഴണത്. ഇപ്പോൾ എല്ലാം ടെസ്റ്റഡാണ്. കമ്പി കയറ്റി അതിൻ്റെ കോൺക്രീറ്റിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ കാണിക്കും എത്ര കൊല്ലം വരെ ഈ പാലം നിൽക്കും, എന്തുമാത്രം ടൺ ഭാരങ്ങൾ കയറ്റി ഇറക്കാൻ പറ്റുമെന്നുള്ളതെല്ലാം പാലം പണിയുന്ന മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ കുഴയുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് പറയാൻ പറ്റും. പണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. രാജാക്കന്മാരുടെ കാലത്ത് പണിത പാലങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെ ടെസ്റ്റ് ചെയ്തിരിക്കണത്? രാജാക്കന്മാരെല്ലാം ആനകളെ കൊണ്ടാണ് ജീവിക്കണത്. ആന കയറി ഇറങ്ങിക്കഴിയുമ്പോൾ എൻജിനീയറിനൊരു ശ്വാസം വരും, ടെസ്റ്റഡാണ്. അപ്പം വലിയ വാസകം കാശ് കിട്ടും, സമ്മാനം കിട്ടും, അങ്ങനെ കുറേ നടപടിയുണ്ട് ടെസ്റ്റഡായ. ഇതുപോലെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളാകുന്ന ആനകൾ കയറി നിരങ്ങാതെ നമ്മുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്തതായിട്ട് ദൈവം കണക്കാക്കത്തില്ല. സോ ദാറ്റ് ഈസ് വൈ സോ മെനി ക്ലേശം, ഒത്തിരി പ്രയാസങ്ങളുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇനി ദൈവത്തിന് ദൈവികമായ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ നിത്യത വരെ ഈ ആത്മാവിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഒരു ഹ്യൂമൻ സോളെന്ന് പറയും. ഞങ്ങൾക്ക് പഠിക്കുമ്പോൾ ഹ്യൂമൻ സോളിൻ്റെ ഒരു പ്രത്യേകത, ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷൻസിലേക്ക്, ദൈവമഹത്വത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലേക്ക്, ഉയർന്ന തലങ്ങളിലേക്ക്
ആർജിക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ ആനന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിത്യാനന്ദം നമ്മൾ പൊതുവെ പറഞ്ഞാൽ ഓരോ മനുഷ്യന്മാർ അനുഭവിക്കുന്നത് അവർക്ക് ആർജിച്ച കൃപയ്ക്ക് ആനുപാതികമായിട്ടായിരിക്കും. അപ്പോൾ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം കൃപ നമുക്ക് ആർജിക്കാൻ പറ്റും, അത്രയും ടെസ്റ്റുകളിലൂടെ നമ്മൾ കടന്നു പോകും. ആ ടെസ്റ്റ് പലപ്പോഴും ചില ആൾക്കാർ ടെസ്റ്റ് ഒത്തിരിയേറെ പ്രലോഭിതരാണെങ്കിൽ ടെസ്റ്റിൽ വീടും പോകും. പ്രലോഭിതരെന്ന് പറയുമ്പോൾ ജഡിക വാസന കൂടുതലുള്ള ആൾക്കാരില്ലേ, ലോകത്ത് തന്നെ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒത്തിരിയുള്ള ആൾക്കാരില്ലേ, അവർ ഒന്നും മുതലാകാത്ത ആൾക്കാർ. അവർ ഓരോരോ സാധനവും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കിയിട്ട് അവരെന്താ ചെയ്യണത് അനുസരിച്ചിട്ട് അവർ മാറി ഇപ്പോൾ അവർ ഗ്രാനൈറ്റ് മാറ്റിയിട്ട് മാർബിൾസാ വല്ലതൊക്കെ ഇടുകയാണെങ്കിൽ ഉടനെ അവരാദ്യം ഇത് ചെയ്തിരുന്നത് ഈ ടൈൽസും പൊളിച്ചാണ് അവർ മാർബിൾ ഇട്ടത്. അപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ മാർബിൾ പൊളിച്ച് ഗ്രാനൈറ്റ് ഇട്ട്, അപ്പോൾ അത് ഇപ്പോൾ ഇവർ ഗ്രാനൈറ്റ് പൊളിക്കാൻ തുടങ്ങി. ഇങ്ങനെ പൊളിച്ചും പണിതും അവർക്കൊന്നും മുതലാകത്തില്ല. അതാണ് ലോകത്തിൻ്റെ ആൾക്കാരെന്ന് പറയണത്. ഓരോരോ ആൾക്കാർ സമൂഹത്തിൽ നിലവാരം ഉണ്ടാക്കാൻ വേണ്ടി ഓരോരോ അഭ്യാസം കാണിക്കും. ഒന്നാം സ്ഥാനത്ത് സമൂഹത്തിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി പണം കൊണ്ടുള്ള കളികളാണ്. അപ്പോൾ ഈ അംഗീകാരം കിട്ടാൻ വേണ്ടി നിലവിലിരിക്കുന്ന ഓരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആളെപ്പോലെ അല്ല ഞാൻ ഇത്രയുടെ കേമനാണ്, അത്രേ ഉള്ളൂ. അതാണ് ലോകത്തിൻ്റെ ആൾക്കാരെന്ന് പറയുന്നത്. മറ്റേ ആളെപ്പോലെയല്ല ഞാൻ ഇത്രയോടി കേമനാണ്. അപ്പോൾ അതുകൊണ്ട് ചിലരിങ്ങനെ ജിമിക്കിടും, അപ്പോൾ എല്ലാവരും ജിമിക്കിടും. അപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഒരുപോലെയാണ്, അതുകൊണ്ട് മേൽക്കാതെ കുത്തിയേക്കാന്ന് വിചാരിക്കും. അങ്ങനെ മേൽക്കാതെ കുത്തും. ഇപ്പോൾ അങ്ങനെയാണ് ഓരോ സാധനങ്ങൾ പറഞ്ഞത്. നമ്മുടെ ഈ ആഡംബരങ്ങൾ വരണത് അങ്ങനെയാണ്. പക്ഷേ മറ്റേ ആൾക്കാരെക്കാൾ മെച്ചമാണ് താനെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെൽഫ് ബൂസ്റ്റ് ചെയ്യും. സെൽഫ് ബൂസ്റ്റിംഗ് എന്ന് വരുമ്പോൾ എന്താ പ്രശ്നം? അപ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എപ്പോഴും അവർ പ്രലോഭനത്തിന് വശംവദരായിക്കൊണ്ടിരിക്കും. പുതിയ പ്രലോഭനങ്ങളുണ്ട്, എന്നിട്ട് പുതിയ നിരാശ ഉണ്ടാകും. അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? വി ക്രിയേറ്റ് സഫറിങ്സ്. നമ്മൾ തന്നെയാണ് ദൈവഹിതമല്ലാതെ മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ഒപ്പം നിൽക്കാൻ വേണ്ടി ചക്രശ്വാസം വലിച്ചുകൊണ്ട് പുതിയ ലോണുകൾ, പുതിയ പലിശക്കടങ്ങൾ, ഇങ്ങനെ പുതിയ നരകങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് അയൽക്കൂട്ടം തന്നെ ഉണ്ട്. ഒരു അയൽക്കൂട്ടം ഇല്ലാഞ്ഞ സമയത്ത് നമുക്ക് 1000 രൂപയുടെ കടമേ ഉണ്ടായിരുന്നുള്ളൂ. 5 അയൽക്കൂട്ടം ഉള്ളപ്പോൾ ഇപ്പോൾ 5000 രൂപയുടെ കടമായി ഇല്ലേ? കറക്റ്റല്ലേ? നമുക്കൊരു അയൽക്കൂട്ടം ഇല്ലാഞ്ഞൊരു കാലമുണ്ട്, 2010 കാലം. ആ കാലത്ത് നമുക്ക് ഈ അണ്ണാച്ചിമാരുടെ പലിശക്ക് നമ്മുടെ വീട്ടിൽ പണം വേണോ ഒരു അണ്ണാച്ചിയെ വരത്തുള്ളൂ. അപ്പം അവൻ ചിലപ്പോൾ തന്തക്കൊക്കെ വിളിച്ച് നമ്മളവരെ തന്തക്ക് വിളിച്ചാൽ മനസ്സിലാകത്തില്ല. കാര്യം തമിഴനായത് കാരണം. ഹിന്ദിക്കാരനെ മാർവാടിനെ നമ്മൾ വിളിക്കുമായിരുന്നു തന്തക്ക് മലയാളത്തിൽ. അപ്പം അവന് മനസ്സിലാകത്തില്ല. അപ്പോൾ അവർക്കറിയാം കുഴിപ്പോയി അണ്ണാച്ചി വന്ന് ബഹളം ഉണ്ടാക്കും, അവൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ തന്തക്ക് വിളിച്ചാൽ അവൻ കേൾക്കത്തുമില്ല. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു. മാർവാടി ഹിന്ദിക്കാരൊക്കെ ആയിട്ട് പലിശ അഡ്ജസ്റ്റ്. അത് കഴിഞ്ഞപ്പോഴാണ് ഗവൺമെൻറ് അയൽക്കൂട്ടം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അയൽക്കൂട്ടം തുടങ്ങിയപ്പോൾ എന്താണ്? അമ്മായിയമ്മയുടെ പേരിൽ ലോണുണ്ട്, മരുമകളുടെ പേരിൽ ലോണുണ്ട്, മരുമകൻ്റെ പേരിൽ ലോണുണ്ട്. എവിടുന്നെല്ലാം ലോൺ കിട്ടാവോ അവിടുന്നെല്ലാം മേടിച്ച് നമ്മൾ ആഘോഷം നടത്തി. ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും കടമായി. ഇപ്പോൾ കർത്താവിനെ നമ്മൾ കർത്താവിനോട് നമ്മൾ ശണ്ട കുടിക്കൊണ്ട് നടക്കുകയാണ്. കർത്താവേ 2 കിഡ്നിക്ക് പകരം 4 കിഡ്നി വെച്ച് തന്നേച്ചെങ്കിൽ നമുക്ക് കുറച്ച് 2 കൊടുത്ത്. ഇപ്പം ദൈവത്തിനായ പ്രശ്നം. ദൈവം 2 കിഡ്നിയല്ലേ, നമുക്ക് വിൽക്കണമെങ്കിലും 2 ഉള്ളൂ. ഒരു 4 ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഒന്നിനും ഒതുങ്ങണില്ല. മലയാളി ഒന്നിനും ഒതുങ്ങണില്ല. ഇനിയും പുതിയ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ പുതിയ കടങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. മനുഷ്യന്മാരുടെ ജീവിതം തന്നെ ഈ ജഡിക വാസനകളെ ഇപ്പം ജഡിക വാസന പലതിലുണ്ട്. കാറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, 3 കൊല്ലം കൂടുമ്പോൾ കാറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവർ വീട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ സംഭവം അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ബോറടിക്കും.
ജഡിക വാസനയുടെ ഒരു പ്രശ്നം അത് ബോറെന്നുള്ള സംഭവം തന്നെ ഭൗതിക ആസക്തിയുടെ അനുഭവ തരങ്ങളുടെ ഒരു വൊക്കാബുലറിയാണ് ബോറ്. അപ്പം ദൈവം എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരുടെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവൻ ഒന്നുകൊണ്ടും മുതലാകാത്ത ഒരു മുതലായിട്ട് വരും. ഇവൻ്റെ ഈ ബോറ് മാറ്റാൻ വേണ്ടി ഈശോ പറഞ്ഞു, ഞാനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിങ്ങൾക്കൊരിക്കലും, അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് ആ ഒരു സ്പേസിൽ കയറി വന്ന ആളാണ്. മനുഷ്യന്മാർക്ക് ബോറുണ്ടായിട്ട് ഒന്നിലും മുതലാകാതെ, ദൈവത്തെപ്പോലും മുതലാകാതെ ഭൗതിക ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി ദൈവത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരു ചൂഷണത്തിലേക്ക് മാറുന്ന കാരണം ഈ ആഗ്രഹത്തിൻ്റെ പേരിൽ ഈശോ ആഗ്രഹം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക്, പരിശുദ്ധാത്മാവ് നൽകുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ലെന്നാണ്. എന്നുവെച്ചാൽ ഉള്ളത് കൊണ്ട് അവർക്ക് നല്ല തൃപ്തി വരും. പൗലോസ് അപ്പോസ്തലൻ പറയും, ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെടുന്നവർക്ക് മാത്രമേ ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. 1 തിമോത്തിയോസ് 6:6 ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന്, എന്ന് പറഞ്ഞേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. അപ്പൊ ദൈവഭക്തി കൊണ്ട് നേട്ടം ആർക്കാണ്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്ത ആൾക്കാർക്ക് ദൈവഭക്തി കോട്ടമാണ്. അതാണ് വിഷയം വരുന്നത്. അപ്പോൾ എപ്പോഴും പ്രെയർ പോകേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ദൈവം മാനിക്കുന്നുണ്ട്. ആവശ്യമുള്ള, ഇപ്പോൾ ഒറ്റ മുറി വീട്ടിൽ താമസിക്കുകയാണ്. ആദ്യം ഭർത്താവും ഭാര്യയുമായപ്പോൾ അവർക്ക് ഒരു ഗ്യാസ് വെച്ച് ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലായിരുന്നു. അവിടെ 2 കുഞ്ഞുങ്ങളായി. കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് 3 മുറിയുള്ള വീടും വരാന്തയും റീഡിങ് റൂം, പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പഠനമുറിയും എല്ലാം വേണം. അപ്പോൾ ആവശ്യത്തിന് കുഴപ്പമില്ല. അനാവശ്യത്തിനാണ് കുഴപ്പം വരുന്നത്. ആഡംബരമില്ലേ, ആഡംബരത്തിലേക്ക് വരുമ്പോൾ ആത്മാവ് മാറിപ്പോവും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്കിതൊക്കെ ആവശ്യമാണെന്ന്. ആവശ്യങ്ങളല്ലേ. ഇപ്പോൾ 6:33 എടുത്ത് മത്തായിയുടെ സുവിശേഷം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലഭിക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചോദിക്കുന്നത് അനുസരിച്ച് മാത്രമല്ല. നമുക്ക് 2 തരത്തിൽ ദൈവത്തിൽ നിന്ന് അലോട്ട്മെൻ്റ് ഉണ്ട്. അനുഗ്രഹത്തിൻ്റെ അലോട്ട്മെൻറ്റ് 2 തരത്തിലാണ് നമുക്കുള്ളത്. 2 മാർഗ്ഗം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 7:7. മത്തായി 7:7. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പറഞ്ഞേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇപ്പം കേവലമായ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയണത്. നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു മാർഗം ദൈവത്തോട് ചോദിക്കുകയാണ്. ലഭിക്കുന്നതിൻ്റെ 2ാമത്തെ മാർഗം എന്താണ്? നമ്മൾ നമ്മുടെ പൊസിഷൻസ് കറക്റ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കാതെ തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് 6:33 എന്താ പറയണത്? ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ്, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിന്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം ദൈവരാജ്യവും അതിന്റെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളത് ചേർത്ത് നൽകപ്പെടും. അപ്പം ചേർത്ത് നൽകപ്പെടുന്ന ഒരു വിഷയമുണ്ട്. അതായത് നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സങ്കീർത്തനം 32:8. 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇപ്പോൾ എന്താ പ്രശ്നം? നമ്മളുടെ എല്ലാ A to Z കാര്യങ്ങളും ദൈവം ചാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചാർട്ട് വഴി നിങ്ങളെ ദൈവത്തിൻ്റെ എക്സ്പെൻസിൽ തന്നെ നടത്തും. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ഇല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. അതിനെന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ആദ്യം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ മനസ്സ്. ഓരോ വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സുണ്ടാവും.
ആദ്യം ദൈവത്തിൻ്റെ മനസ്സ്, ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ മനസ്സെന്താണ്? അപ്പം നിൻ്റെ മനസ്സല്ല, നിൻ്റെ വീട്ടുകാരുടെ മനസ്സല്ല, ഇവിടെയാണ് ഇടിവെട്ട് പ്രശ്നങ്ങൾ നടക്കുന്നത്. കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് നടക്കുന്നത് ഇവിടെയാണ്. കാരണം ദൈവത്തിൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സ് അനുസരിച്ച് മാത്രം എന്നെ നടത്തണമെന്ന് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ മീൻ ചെയ്യുന്നില്ല. ഇപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയില്ലേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് ഒരു ഭൂമിയിലുമാകണം. പക്ഷെ നമ്മളത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും മീൻ ചെയ്യണില്ല, നമ്മളത് ഉദ്ദേശിക്കണില്ല. അത് ദൈവത്തിനറിയാം. ചുമ്മാ പണ്ടൊരു പ്രാർത്ഥന പഠിച്ചു വെച്ചിരിക്കണ കാരണം കണാകുണ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഈ ജീവികളാരും ഇത് ഉദ്ദേശിക്കണില്ല, ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം ആ ഫയൽ എടുക്കണില്ലല്ലോ. നമ്മൾ എത്ര 1000 സ്വർഗസ്നായ പിതാവ് ചൊല്ലിയാലും ദൈവം ആ ഫയൽ എടുക്കത്തില്ല. കാര്യം ഇവർ ഉദ്ദേശിക്കേണ്ടത് ദൈവത്തിന് അറിയാം. പക്ഷെ വൺസ് നമ്മളിതിൻ്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കി, ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കി, നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ദൈവത്തോട് പറയാമോ? ദൈവമേ, അങ്ങയുടെ മനസ്സ് തന്നെയാണ്. ഇപ്പോൾ ചില കൊച്ചുകൾ ഇങ്ങനെയോട് വെച്ചാൽ, ഞങ്ങൾ അഫെയറിലായിട്ട് 2 കൊല്ലമായി, പക്ഷേ ഇപ്പോൾ കർത്താവിന് എനിക്ക് ശരിയായിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ദൈവം ഉദ്ദേശിക്കുന്നുണ്ടോ ഈ റിലേഷൻ. അച്ഛൻ പറഞ്ഞാൽ മതി. അച്ഛൻ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താറ എന്നുകൊണ്ട് അച്ഛൻ മെസ്സേജ് എടുത്ത് പറഞ്ഞാൽ മതി. എന്ത് റിസ്ക് ആണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പാലിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അതിന് ഇത്തിരി തൻ്റെ ഇടം വേണം ശരിക്കും. നിങ്ങൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം എന്നൊക്കെ പറയുമ്പോഴേ, അങ്ങയുടെ തിരുമനസ് നിറവേണമെന്ന് നിങ്ങൾ പറയുമ്പോഴേ, നിങ്ങൾ സെലക്ട് ചെയ്ത വിഷയം, വീട്, സ്ഥലം, ഇങ്ങനെയുള്ള എല്ലാം നിങ്ങൾ പറയണ പോലെ ദൈവം നിങ്ങളുടെ അടിമയായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് പ്രെയറല്ല. അങ്ങനെ ഒരു പ്രെയർ ചെയ്യുന്ന ആളെയും ദൈവം അംഗീകരിക്കണില്ല. പിന്നെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് പുറം വിചാരിക്കും. നിങ്ങൾ സത്യമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ സത്യത്തെയാണ് അന്വേഷിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിരിക്കണ എല്ലാ യാചനകളും അസത്യം ചേർന്നതാണ്. അതുകൊണ്ട് കർത്താവിനോട് കർത്താവേ, ഞാൻ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ കാനഡയിൽ പോയാൽ എനിക്ക് ചിലപ്പോൾ കാശ് കിട്ടുമായിരിക്കും കൂടുതൽ. കാശ് കിട്ടി ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് കാശ് കിട്ടിയാൽ മലയാളി ഉടനെ ചെയ്യണത് എന്താണ്? വീട് പൊളിക്കും. അല്ല പിന്നെ നല്ല വീടാണെങ്കിൽ അത് പൊളിക്കും. കാര്യം വെച്ചാൽ കാനഡയിൽ പോയവരും ഇംഗ്ലണ്ടിൽ പോണവരും ജീവിക്കണം എങ്ങനെയാണെന്ന് മലയാളിക്കറിയാം. ആ രീതി പൊളിച്ചിട്ട് അയൽവാസികൾ എവിടെയാണ് വിദേശത്ത് പോയിരിക്കുന്നത്, വിദേശ പൗരന്മാരെ പോലെ ഈ നാട്ടിൽ ജീവിക്കും. നിത്യതയെ അട്ടിമറിക്കുന്ന എല്ലാവിധ ആഗ്രഹങ്ങളെയും നമ്മൾ ദൈവതിരുസന്നിധി വിചാരണ ചെയ്യപ്പെടേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാവോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലുള്ള ഇപ്പോൾ വരുന്ന മനുഷ്യന്മാരുടെ ഒരു പ്രശ്നം, എല്ലാവരും ഇങ്ങനെ രാജ്യം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ അവിടെയും സമ്മർദ്ദത്തിലാണ്, ഇവിടെയും സമ്മർദ്ദത്തിലാണ്. അപ്പോൾ അസൂയയുടെ പുതിയ രൂപങ്ങൾ നാട്ടിലുണ്ടായിക്കൊണ്ടിരിപ്പുണ്ട്. അസൂയയുടെ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പച്ചപ്പിടിച്ച് വരുമ്പോൾ നമുക്ക് സ്വാഭാവിക അയൽവാസിക്കുണ്ടാകുന്ന, അയാൾ ഉടമ്പടി എടുത്താണെങ്കിലും അസൂയക്ക് പഞ്ഞമൊന്നുമില്ലല്ലോ. അതേ സംഭവം അസൂയയുടെ പുതിയ രൂപങ്ങൾ വരുന്നുണ്ട്. ഇത് ആധ്യാത്മികതയെ ശരിക്കും ബാധിക്കുന്നുണ്ട്. ഞങ്ങളിലേക്ക് പ്രാർത്ഥനയൊക്കെ കാട്ടുതീയിൽ നമ്മൾ വെഞ്ചരിപ്പ് വെള്ളം ഒഴിക്കണ പോലുള്ള അവസ്ഥയാണ് ഇപ്പോൾ. എന്താ കാര്യം? ജനങ്ങളെ ഗ്രീഡിനെസ് വർദ്ധിക്കുന്നു, ജലസ്യ വർദ്ധിക്കുന്നു. അതുവെച്ച് ദൈവത്തിന് ജനങ്ങളെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആന്തരിക സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മിനിമം. ഇപ്പോൾ ശാന്തകുമാരി എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു, കടത്തുരുത്തി എന്ന് 600 മംഗല. ശാന്തകുമാരിയുടെ ഉടമ്പടി പെട്ടെന്ന് കത്തിയത് കത്തിയെന്ന് വെച്ചാൽ ശാന്തകുമാരി അനാവശ്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അതാണ് വിഷയം. ശാന്തകുമാരി ഈ പെട്ടെന്ന് കത്തണ ഉടമ്പടിയിൽ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് അനാവശ്യ കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരുന്നാൽ, ആഡംബര കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരുന്നാൽ ഉടമ്പടി പെട്ടെന്ന് കത്തും. സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ
ബാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. സത്യത്തിൻ്റെ സന്നിധാനത്തിലെ വിശ്വാസത്തെ സത്യമായി ആചരിച്ച് അനുഷ്ഠിച്ചും കൊണ്ട് സത്യത്തിൻ്റെ കൈകളോടുകൂടിയും അധരങ്ങളോടുകൂടിയാണ് നമ്മൾ ഉടമ്പടിക്കാലം കഴിഞ്ഞു പോകുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സത്യമായി നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപയെ ആവശ്യിക്കുകയും നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ ധ്യാനം എപ്പോഴെല്ലാം ആരെല്ലാം എവിടെയെല്ലാം കേൾക്കുന്നുവോ അവരെയെല്ലാം കർത്താവ് അനുഗ്രഹിക്കുകയും അനുഗ്രഹിച്ചതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ദൃശ്യമായി തീരുകയും ചെയ്യാൻ പരിശുദ്ധ ദേവമാതാവിനോട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഈശോയെ വിവിധ സമയങ്ങളിൽ ഈ മരിയനോട് ദേവമാതാവിനോടൊപ്പം ഈശോയുടെ നാമത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉച്ചമുതൽ ഉള്ളങ്കാൽ വരെയുള്ള അസ്ഥികൾ, പേശികൾ, കോശങ്ങൾ, ആന്തരിക അവയവങ്ങൾ, ത്വക്കുകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പഞ്ചേന്ദ്രിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ആ സമയങ്ങളെല്ലാം നിങ്ങൾ ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കർത്താവിന് ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കുന്ന സൗഖ്യത്തിൻ്റെ നിമിഷങ്ങളാണ്. ശ്രുതികളെ, കർത്താവേ, 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 ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവലാൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുളുക്കിയുടെ ചൂടിയവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവലാൽ മുറിവേറ്റവനെ, നിന്റെ വിശുദ്ധ രക്തം, നിന്റെ വിശുദ്ധ രക്തം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മേലെ, എപ്പോഴവർ ധ്യാനം കേട്ടാലും, ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവർ മേലെ എപ്പോഴവർ ധ്യാനം കേട്ടാലും കർത്താവിൻ്റെ വിശുദ്ധ രക്തം മഴ പോലെ തൊയ്യട്ടെ. മനുഷ്യർ സങ്കല്പിക്കാനോ വിശ്വസിക്കാനോ മനുഷ്യർ കൈകാര്യം ചെയ്യാനോ പറ്റാത്ത ജീവിത ദുർഘടങ്ങളിലെ ജീവിത ക്ലേശങ്ങൾ അകപ്പെട്ട് ജീവിക്കുന്നവര് അവരുടെ മേൽ കർത്താവിൻ്റെ രക്തം തളിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തളിക്കട്ടെ. അപ്പാ പിതാവേ, അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. അപ്പാ പിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. മാർഗരോഗങ്ങൾ, തീരാവേദികൾ, മസ്തിഷ്ക രോഗങ്ങൾ, മനസ്സിൻ്റെ രോഗങ്ങൾ, മസിൻ്റെ രോഗങ്ങൾ, പേശി രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, ഞരമ്പിൻ്റെ രോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആന്തരിക അവയവങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പിസ്തുര രോഗങ്ങൾ, പിസിയോടി രോഗങ്ങൾ, അർച്ചത രോഗങ്ങൾ, കരളിൻ്റെ രോഗങ്ങൾ, ഗർഭാശയത്തിൻ്റെ രോഗങ്ങൾ, കുളലിൻ്റെ രോഗങ്ങൾ, കുടലിലെ പുണ്ണുകൾ, ഹൃദയത്തിൻ്റെ രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ശ്വാസ രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ ആരാധന. തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാമീശോ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഭൗതികമായ മേഖലകളാണ്. ഇപ്പോഴും റിസൾട്ട് റീവാലുവേഷൻ കൊടുത്തിട്ട് വേദനയോടെ റിസൾട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, കാത്തിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്.
പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇവിടുന്ന് പരീക്ഷയ്ക്ക് വേണ്ടി ആശീർവാദം വാങ്ങിച്ചു പോയിരിക്കുന്നവരുണ്ട്. അവരെ മാതാവിൻ്റെ മധ്യസ്ഥയിലേക്ക് സമർപ്പിക്കുന്ന സമയമാണ്. മെയ് മാസം മുഴുവൻ ഉടമ്പടി എടുത്തിട്ട് കഴിഞ്ഞ 3 മാസമായിട്ട് ഉടമ്പടി എടുത്തവരുണ്ട്. ഉടമ്പടി പുതുക്കി നിലനിൽക്കുന്നവരുണ്ട്. അവരെല്ലാം ഇപ്പോഴേ അൾത്താരയിൽ ഓർക്കുന്ന ഈ മാസം പ്രധാനപ്പെട്ട നിർണായകമായ ദിവസങ്ങളുള്ളവരുണ്ട്. ഈ ആഴ്ചയിലെ നിർണായകമായ ദിവസങ്ങളുള്ളവരുണ്ട്. ജപ്തി നടപടിക്ക് വന്നവര്, ഓപ്പറേഷൻ നിശ്ചയിച്ചവര്, DNCയുടെ റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുന്നവര്, പ്രസവമുള്ളവര്, പ്രസവത്തിന് ഓപ്പറേഷൻ ഉള്ളവര്, കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ പേര് ധർമ്മസങ്കടം അനുഭവിക്കുന്ന അമ്മമാര്, എല്ലാവരും സമർപ്പിക്കുന്ന സമയമാണ്. കൃപാസന അമ്മ ദേവമാതാവ് സമയഘടികാരം ചാർത്തി നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മനുഷ്യരാശിയുടെ ആവശ്യപ്പെട്ട വിശുദ്ധമായ അൾത്താരയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ദൈവത്തിൻ്റെ അടയാളങ്ങൾ, എപ്പോഴും കണ്ണീരിടുന്ന മക്കൾ, കണ്ണുനീര് ഉടമ്പടിയുടെ അവകാശമാണെങ്കിൽ, കണ്ണീര് ഉടമ്പടിയുടെ ആധാരമാണെങ്കിൽ, കണ്ണീര് ഉടമ്പടിയുടെ യോഗ്യതയാണെങ്കിൽ, ഇപ്പോഴേ ദൈവമായ ഉടമ്പടി അമ്മയുടെ മധ്യത്തിൽ ഉടമ്പടി എടുത്തവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി അവരുടെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കരുണയുടെ യോഗ്യതയാൽ കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആർക്കെല്ലാം വേണ്ടിയാണോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവര്? വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, കർത്താവെ ജയിലിൽ കിടക്കുന്നവര്, കർത്താവ് കേസ് അകപ്പെട്ടിരിക്കുന്നവര്, കേസിൽ നല്ല തീരുമാനം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നവര്, വിദേശങ്ങളിൽ ജോലിക്ക് വേണ്ടി പോകാതിരിക്കുന്നവര്, നാട്ടിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവര്, നാട്ടു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, എല്ലാവരും ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനം ഇല്ലാത്തവര്, ഭർത്താവിൻ്റെ ഭാര്യയുടെ അവിശ്വസ്ത കാരണം ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവര്, മക്കൾ ഇല്ലാത്തവര്, മക്കളെ കുരുത്തക്കേടായിട്ട് ജീവിക്കുന്നവര്, അന്യബന്ധങ്ങളെ പോയിട്ട് കുടുംബത്തിന് അപമാനം ഉണ്ടാക്കുന്നവര്, എല്ലാവരും ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ആരാധന ദേവപിതാവേ, നന്ദി ദേവപിതാവേ, ആരാധന. അങ്ങയുടെ നാമം ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, മഹത്വം, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി പരിശുദ്ധമ്മ മധ്യസ്ഥം വഹിക്കാൻ പോകുന്ന വിഷയങ്ങളുടെ മേൽ സാമ്പത്തിക കടങ്ങള്, ജോലിയില്ലാത്തവര്, വീട്ടുമൃഗങ്ങളെ വളർത്തിക്കൊണ്ട് വരുമാനമാകുന്നത് കഞ്ഞിവെച്ച് പോകുന്നവര്, അവർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങള്, വ്യാപാര വ്യവസായശാലകൾ നടത്തി അത് പൊട്ടിപ്പോയവര്, അല്ലെങ്കിൽ കടങ്ങളായി പോയവര്, സ്ഥലം വിൽക്കാൻ പോണവര്, ജീവിക്കാൻ വേണ്ടി സ്ഥലം വാങ്ങാൻ പോകുന്നവര്, വിസയുടെ ടെസ്റ്റിനൊക്കെ പോകാൻ പോകുന്നവർ, ഇൻ്റർവ്യൂവിന് പോകാൻ പോകുന്നവർ, നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വരുന്നവർ, ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പോകുന്നവർ, അവിടെ യാത്ര സമാധാനവും സുരക്ഷിതമായിരിക്കാൻ, മക്കളില്ലാത്തവർ, കുടുംബത്തിലെല്ലാത്തരം ഒരു തരത്തിലും സമാധാനം ഇല്ലാതെ വിഷമിക്കുന്നവർ, കുഞ്ഞുങ്ങളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ, മാർത്താമസിക്കാൻ നിവൃത്തിയില്ല, മാർത്താമസിക്കാൻ ഇടമില്ലാതെ വിഷമിക്കുന്നവർ, നേരത്തെ സ്നേഹിച്ചിരുന്നവരും കുടുംബത്തിലുള്ളവർ പോലും തന്നെ വെറുത്തിട്ട് ഒറ്റപ്പെട്ടു പോയ അവസ്ഥകൾ, നമ്മുടെ മരണം പോലും ആഗ്രഹിക്കുന്ന ശത്രുക്കൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഞെരുങ്ങുന്നവർ, വേദനപ്പെടുന്നവർ, സ്വന്തം ശരീരത്തിൻ്റെ രോഗങ്ങളും വേദന കൊണ്ട് ഉറക്കമില്ലാത്തവർ, മാസങ്ങളായിട്ട് ഉറക്കമില്ലാത്തവർ, ഉറങ്ങാൻ പറ്റാത്തവർ, എല്ലാവരും സാധിച്ചിട്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. അവിടെ നമ്മൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പതിക്കട്ടെ. അവിടെ നമ്മൾ കർത്താവിൻ്റെ വിശുദ്ധം പതിക്കട്ടെ. അല്ലെ, കർത്താവിന് വിശുദ്ധം രക്തം പതിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ, തീരാവേദനകൾ തീർന്നു പോകട്ടെ. യേശു നാമത്തിൽ ശ്രദ്ധിക്കട്ടെ. ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദേവപിതാവേ, നന്ദി ദേവപിതാവേ, മഹത്വം ദേവപിതാവേ, ആരാധന. സൗഖ്യം